നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംശയത്തിന്റെ പേരിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്തിൽ ഭാര്യയെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തുക, ഭാര്യയുടെ ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തുക, നേരെ തിരിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കാമുകനോടൊപ്പം പോകാനായിട്ട് ഭർത്താവിനെ, അതും വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രം പിന്നിടുമ്പോഴും ഭാര്യ കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെ പലപ്പോഴായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കില്ല. കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭാര്യയെയും അവരുടെ കാമുകനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തലയറുത്ത നിലയിലുള്ള മൃതദേഹങ്ങളുടെ തലകൾ സഞ്ചിയിലാക്കി 3.5 മണിക്കൂറോളം ബസ് യാത്ര ചെയ്ത് ഒരു ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്ന സംഭവം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന്റെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഗ്രാമവാസികൾ, അവരുടെ അയൽക്കാരൊക്കെ തന്നെ വളരെ ഞെട്ടലോടെയാണ്. മരംവെട്ട് തൊഴിലാളിയായ കൊലാഞ്ചിയാണ് ഭാര്യ ലക്ഷ്മി 40 വയസ്സ്, ലക്ഷ്മിയുടെ കാമുകൻ തങ്കരാജു 57 വയസ്സ് എന്നിവരെ കൊലപ്പെടുത്തിയത്. ഈ കൊലാഞ്ചിക്ക് 60 വയസ്സാണ് പ്രായം. കൊലാഞ്ചിയുടെ 2ാം ഭാര്യയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്മി. മലൈക്കോട്ടം സ്വദേശി കൊലാഞ്ചിയാണ് ഭാര്യ ലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന തങ്കരാജിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ലക്ഷ്മിയും തങ്കരാജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്ന കൊലാഞ്ചി ദൂരസ്ഥലത്തേക്ക് പോകുന്നെന്ന വ്യാജേന വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് കൊലാഞ്ചി രാത്രി വീട്ടിൽ തിരികെ എത്തുമ്പോൾ വ്യാഴാഴ്ച രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ലക്ഷ്മി പുലർച്ചെ തന്റെ ഭർത്താവായ കൊലാഞ്ചി കണ്ടെത്തിയത് പിന്നീട് വീടിന്റെ ടെറസിൽ തങ്കരാജിനൊപ്പമാണ്. ഇത് കണ്ട് പ്രകോപിതനായ കൊലാഞ്ചി കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിക്കൊല്ലുകയായിരുന്നു. ലക്ഷ്മിയുടെയും തങ്കരാജിന്റെയും ശരീരങ്ങളിൽ അതിക്രൂരമായ മുറിവുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം കൊലപ്പെടുത്തി ഇരുവരുടെയും തലകൾ അറുത്തെടുത്ത് സഞ്ചിയിലാക്കിയ കൊലാഞ്ചി ബസ്സിൽ യാത്ര ചെയ്ത് ഏകദേശം 3.5 മണിക്കൂറോളം സഞ്ചരിച്ച് വെല്ലൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. കൂലിപ്പണിക്കാരനായ തങ്കരാജുമായി ലക്ഷ്മിക്ക് ഏറെ നാളായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൊലാഞ്ചി ഭാര്യ ലക്ഷ്മിക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും എന്നാൽ അവയെല്ലാം അവഗണിച്ച് ഇരുവരും തമ്മിൽ ബന്ധം തുടർന്നതും കൊലപാതകത്തിലേക്ക് നയിച്ചതായി പോലീസ് സൂചിപ്പിക്കുന്നു. ഇവർക്ക് 3 മക്കളുണ്ടെന്നാണ് വിവരം. സംഭവം അറിഞ്ഞതു മുതൽ പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. കൊലപാതകങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന അരിവാൾ പോലീസ് കണ്ടെടുത്തു. പ്രതി കൊലാഞ്ചിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നും മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഏതായാലും ഇത് കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് കാലമായിട്ട് ഇവരുള്ള ബന്ധം അവസാനിപ്പിക്കാനായിട്ട് കൊലാഞ്ചി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് താൻ ഇവിടെ ഇല്ല, ദൂരസ്ഥലത്തേക്ക് പോകുന്നുവെന്ന് ആദ്യം ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനുശേഷം കൊലാഞ്ചി വീട്ടിൽ പിന്നീട് തിരിച്ചെത്തി. ഈ സമയത്താണ് തങ്കരാജുമായി ഭാര്യയെ കാണുന്നത്. ആ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന അരിവാൾ ഉപയോഗിച്ചാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതായത് ഇരുവരെയും കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊലാഞ്ചി മൂർച്ചയുള്ള ആയുധം കയ്യിൽ കരുതിയിരുന്നത്. ഇത്തരം സംഭവങ്ങൾ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ സംഭവം തമിഴ്നാട്ടിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും അവിഹിത ബന്ധങ്ങളുമാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കൊലപാതകങ്ങളുടെ വ്യാപ്തിയും പ്രതിയുടെ മാനസികാവസ്ഥയും പോലീസ് ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. കള്ളക്കുറിച്ചിയിലെ ഈ സംഭവം കുടുംബത്തിനകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മറ്റൊരു നടുക്കുന്ന സംഭവം കൂടി മൈസൂരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിനെ കടുവ പിടിച്ചെന്ന് പ്രചരിപ്പിച്ച് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ പിടിയിലായിരിക്കുകയാണ്. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കുള്ള സഹായം തട്ടിയെടുക്കാനാണ് 45-കാരനായ സ്വന്തം ഭർത്താവ് വെങ്കിടസ്വാമിയെ ഭാര്യ സല്ലാപുരി കൊല്ലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഭർത്താവിനെ പുലി കൊന്നെന്ന വിവരം ഭാര്യ നാട്ടുകാരെ അറിയിച്ചത്. പക്ഷേ വനംവകുപ്പിന്റെ പഴുതടച്ച നീക്കം ഭാര്യയുടെ കള്ളത്തരം പൊളിച്ചു. വനംവകുപ്പിന്റെ പണം
തട്ടുകയെന്ന ലക്ഷ്യത്തോടെ ഭാര്യ തന്നെയാണ് ഭർത്താവിനെ കൊന്നത്. പോലീസ് കണ്ടെത്തി. മൈസൂരിലെ ഹുൻസൂർ താലൂക്കിലാണ് സംഭവം നടക്കുന്നത്. ഭർത്താവ് വെങ്കിടസ്വാമിയെ കാണാനില്ലെന്നും കടുവ പിടിച്ചുകൊണ്ടുപോയതാണെന്നും ഭാര്യ സല്ലാപുരി എല്ലായിടത്തും പ്രചരിപ്പിച്ചു. അതേ ദിവസം വനാതിർത്തിയിൽ നാട്ടുകാർ കടുവയെ കണ്ടതിനാൽ സല്ലാപുരി പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ മൃതദേഹ ഭാഗങ്ങളോ മറ്റു തെളിവോ കിട്ടിയില്ല. ഇതോടെയാണ് വനവകുപ്പിനും പോലീസിനും സംശയം തോന്നിയത്. തുടർന്ന് പോലീസ് സല്ലാപുരിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. വിഷം കൊടുത്തു കൊന്ന വെങ്കിടസ്വാമിയുടെ മൃതദേഹം വീടിന് പിന്നിലെ കുഴിയിൽ നിന്നും കണ്ടെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും വൈറലായിട്ടുണ്ടായിരുന്നു. വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരോപിച്ച് യുവതിയെയും കാമുകിനെയും റോഡിൽ ചെരുപ്പുമാലയിട്ട് നടത്തിച്ച് ഭർത്താവ്. സ്കൂൾ അധ്യാപികയായ യുവതിയാണ് ക്രൂരത നേരിട്ടത്. ഭർത്താവും സംഘവും യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചെത്തുകയും ഭാര്യയെ സംശയിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. വീട്ടിൽ ആൺസുഹൃത്തിനെ കണ്ടതോടെ സംഘം ഇരുവരെയും ചെരുപ്പുമാലയിട്ട് റോഡിലൂടെ നടത്തിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ഭർത്താവുമായി അകന്നാണ് താമസിക്കുന്നത്. ഒറീസയിലെ പുരി നിയമപത മേഖലയിലാണ് യുവതിയുടെ വാടക വീട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഭർത്താവും സുഹൃത്തുക്കളും യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് ബലമായി കടന്നു കയറുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ആൺസുഹൃത്തായ സ്കൂൾ അധ്യാപകനെയും സ്ഥലത്ത് കണ്ടത്. ഇതോടെ ഇരുവരെയും സംഘം ആക്രമിക്കുകയായിരുന്നു. ആൾക്കൂട്ടം നോക്കി നിൽക്കെ സ്ത്രീയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തല്ലുകയും ചെരുപ്പുമാല ഇടിയിച്ച് തെരുവിലൂടെ നടത്തിക്കുകയുമായിരുന്നു. ആൺസുഹൃത്തിന് അടിവസ്ത്രം അണിയിച്ചാണ് നടത്തിച്ചത്. റോഡിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടമാണ് വീഡിയോ ചിത്രീകരിച്ചത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇരുവരെയും നടത്തിച്ചത്. വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലും ഭർത്താവ് ആക്രമണം തുടരുന്നത് കാണാം. പോലീസ് എത്തിയാണ് ഇരുവരെയും മോചിപ്പിച്ചത്. സംഭവത്തിൽ ഭർത്താവിനെയും അക്രമി സംഘത്തിലെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വിവാഹേതര ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് പതിവാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഹണിമൂണിന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരു യാത്ര പോകുന്നു. ഇതിനിടയിൽ ഭർത്താവിനെ കാണാതാകുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിന്റെ മൃതശരീരം കിട്ടുകയാണ്. ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ പറയുന്ന ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അവരിരുവരും ചേർന്ന് ഒരു കൊട്ടേഷൻ സംഘത്തിനാണ് ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ചത്. തുടർന്ന് അവരാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതും വെറും വിവാഹം കഴിച്ച് 1 മാസം പോലും പിന്നിടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഭർത്താവ് അതിക്രൂരമായി മരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല കുടുംബങ്ങളിലും നിലനിൽക്കുന്ന അസ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളുമാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ പറയുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരും തന്നെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവരാണ്. പക്ഷേ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇവർ ചെയ്യുന്നത്.